ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്റോക്കിൻ്റെ ലിസ്റ്റിംഗ് ആയിട്ടുണ്ട്. അപ്റോക്ക് മൈനിങ് ആപ്ലിക്കേഷൻ റീസെൻ്റ്ലി നമ്മൾ ജോയിൻ ചെയ്തതാണ്. മുൻപ് ജോയിൻ ചെയ്തവർ കാണും, പക്ഷേ ഇന്നിവിടെ ഇപ്പോൾ ലിസ്റ്റിങ്ങിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് കണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇത് ഒരു 70 മണിക്കൂർ വീണ്ടും കാണിക്കുന്നുണ്ട്, പക്ഷേ ലിസ്റ്റിംഗ് ഇന്നാണ് നടക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ അപ്ഡേറ്റ് എന്ന് നോക്കാം. നിങ്ങൾ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാത്തവർ അപ്ഡേറ്റ് ചെയ്യുക. ടോട്ടൽ കോയിൻസൊക്കെ ഇവിടെ കാണും. സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ സെർച്ച് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ഓപ്ഷനുണ്ട് വാലറ്റിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ കോയിൻസ് മൈൻ ചെയ്തത് ഇവിടെ കാണാൻ കഴിയും. മൂന്നാമത് ഓപ്ഷൻ റിവാർഡിൻ്റെ ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾ എത്ര റെഫറൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റെഫറൽ ലിങ്ക് എടുക്കാൻ കഴിയും. പ്രധാനപ്പെട്ട ഓപ്ഷൻ ഏറ്റവും റൈറ്റ് സൈഡിൽ കാണുന്നത് സെറ്റിങ്സ് ആണ്. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാത്തവർ പ്രൊഫൈൽ ഫോട്ടോ മറ്റു കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഈ കാണുന്ന ഇവിടെ ഗൂഗിൾ അത്തറ്റിക്കേറ്റർ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു കോഡ് വരും. അതല്ലെങ്കിൽ QR കോഡ് ഫോട്ടോ എടുത്ത് വേറെ മൊബൈലിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഗൂഗിൾ അത്തറ്റിക്കേറ്റർ നിങ്ങളിത് കണക്ട് ചെയ്ത് വയ്ക്കുക. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്. ബാക്കി പ്രൊഫൈലെല്ലാം കംപ്ലീറ്റ് ആണോ എന്ന് നോക്കുക. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഈ മണിക്കൂറുകളിൽ വന്ന അപ്ഡേറ്റ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇന്ന് 30-ാം തീയതിയാണ് ഇവിടെ ഇതിൻ്റെ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടത് ഇത് വന്നിട്ട് ഫൈനൽ അനൗൺസ്മെൻറ്റ് TGയുടെ ഇതാണ്. പക്ഷേ ഇതിൽ വിഡ്രോയുടെ ഓപ്ഷൻസ് ഒന്നും നമുക്ക് കാണുന്നില്ല. വിഡ്രോ ഫ്യൂച്ചർ ഇവിടെ പറയുന്നത് TGയുടെ ടൈമിൽ അവൈലബിൾ ചെയ്യുമെന്നാണ്. ഇപ്പോൾ ആപ്ലിക്കേഷനിൽ ഒന്നും അവൈലബിളായിട്ട് കാണുന്നില്ല. അപ്പോൾ വിഡ്രോ അഡ്രസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ടു വിഡ്രോ സിംപിളി ഇൻപുട്ട് യുവർ സൊലാന വാലറ്റ് അഡ്രസ്സ് ആൻഡ് മൾട്ടി ഫാക്ടർ അത്തറ്റിക്കേഷൻ കോഡ്. ഇത് രണ്ടും കൂടി നമ്മുടെ സൊലാനയുടെ വാലറ്റ് അഡ്രസ്സും അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ അത്തറ്റിക്കേറ്ററിൻ്റെ കോഡും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിഡ്രോ വരുമെന്നാണ് പറയുന്നത്. iOS യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ളത് ഇവിടെ കാണുന്നില്ല. അവരുടെ അപ്ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ അക്കൗണ്ട് ക്രിയേഷൻ അതിനെല്ലാം ചെറിയൊരു ഗ്യാസ് ഫീ വരുമെന്ന് പറയുന്നുണ്ട്. എന്താണെന്നുള്ളത് കറക്റ്റായിട്ടുള്ളത് ഇവരുടെ വിഡ്രോയുടെ അനൗൺസ്മെൻറ്റ് ഓപ്പണായി കഴിഞ്ഞാലേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. ഇവിടെ കോൺട്രാക്റ്റ് അഡ്രസ്സ് വന്നിട്ടുണ്ട്. കോൺട്രാക്റ്റ് അഡ്രസ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റിൽ ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ട്രസ്റ്റ് വാലറ്റിലേക്ക് ഒന്ന് പോകാം. ട്രസ്റ്റ് വാലറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം കോൺട്രാക്റ്റ് അഡ്രസ്സ് ടെലഗ്രാമിൽ വാട്സപ്പിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾ കോപ്പി ചെയ്തെടുത്തതിന് ശേഷം മാനേജ് ക്രിപ്റ്റോ എന്ന് പറയുന്ന ഇവിടെ വരിക. ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും മേളിൽ റൈറ്റ് സൈഡിൽ ഈ കാണുന്ന പ്ലസിൻ്റെ ചിഹ്നം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ഈ എത്തീരിയം ഇത് ചേഞ്ച് ചെയ്യണം. നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് ഈ സൊലാന എന്ന് പറയുന്ന ഇത് കൊടുക്കുക. ഇവിടെ സൊലാന എന്ന് പറയുന്ന ഇതിവിടെ കൊടുക്കുക. നമ്മൾ കോപ്പി ചെയ്തെടുത്ത് കൊണ്ടുവന്ന കോൺട്രാക്റ്റ് അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. ബാക്കി കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി ഇവിടെ വരും. ഇവിടെ വന്നതിന് ശേഷം ഈ കാണുന്ന ഇമ്പോർട്ട് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇമ്പോർട്ട് ആയതിനു ശേഷം നിങ്ങളുടെ വാലറ്റിൻ്റെ മെയിൻ പേജിൽ ഇതുപോലെ കാണാൻ കഴിയും. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ ഇതിൽ ട്രസ്റ്റ് വാലറ്റിൽ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് UPT സൊലാന UPT. ഇതാണ് ഇതിൻ്റെ കോൺട്രാക്റ്റ് അഡ്രസ്സ്. ബാക്കി വിഡ്രോ വരുന്നതനുസരിച്ച് ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നതനുസരിച്ച് ഞാൻ ടെലഗ്രാമിലും വാട്സപ്പിലും ഞാനിതിടും. അതോടൊപ്പം തന്നെ 1-2 പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളൊന്ന് വന്നിട്ടുള്ളത് നോക്കാം. കഴിഞ്ഞ ദിവസം OpenXൻ്റെ അവർ പറഞ്ഞിട്ടുണ്ട് 5 എന്ന് കാണിച്ചിട്ട് എന്താണ് നമുക്ക് ഗസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇത് കാണുന്നുണ്ട് ഒരു 4 എന്ന് പറഞ്ഞ് ഇവിടെ കാണുന്നുണ്ട്. 4 ദിവസം കഴിഞ്ഞിട്ട് ഇവരുടെ ടോക്കൺ ലിസ്റ്റിംഗ് ആണോ ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്താണ് അനൗൺസ്മെൻ്റ് എന്ന് അറിയില്ല. 4 ദിവസം കഴിഞ്ഞ് എന്തെങ്കിലും ഒരു നല്ല ന്യൂസ് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ചിൽ വാലറ്റിൽ വന്നിട്ട് ഒരു ഗീവ് അവേ നടക്കുന്നുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സിമ്പിൾ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20,000 BWD പോയിൻറ്റ്സ് ഇവിടെ നമുക്ക് കളക്ട് ചെയ്യാൻ കഴിയും. അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലയൺ ടോക്കൻ്റെതും വിഡ്രോയുടെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അത് വരുന്നതനുസരിച്ച് നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന വാലറ്റിലേക്ക് വരും. ഇന്ന് സത്തോഷി ആപ്ലിക്കേഷനിൽ OG ടോക്കൻ്റെ വാലറ്റ് ലിങ്ക് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു. ഓലയുടെ ചെറിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓർ പ്രോട്ടോക്കോളിൽ വന്നിട്ട് നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഡേറ്റൊക്കെ ഇന്നത്തോടു കൂടി കഴിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ
സിബിൽ ഡിഡക്ഷൻ ആയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പുതിയ ഒരു എക്സ്ചേഞ്ചിലേക്ക് വരുന്ന മാസം ആദ്യം ജൂൺ മാസം ആദ്യത്തിൽ തന്നെ അവർ ചെയ്യും. കംപ്ലീറ്റ് ചെയ്തവർക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല. അതുപോലെ തന്നെ ഇവരുടെ ടെസ്റ്റ് നെറ്റ് 31 നാളെ കൂടെ കൊണ്ട് ഓവർ വാലറ്റിൻ്റെ ടെസ്റ്റ് നെറ്റ് അവസാനിക്കുകയാണ്. അപ്പോൾ കോയിൻസ് മാക്സിമം നിങ്ങൾ കളക്ട് ചെയ്ത് സ്റ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ പ്രോഫിറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. അതുപോലെ തന്നെ നമ്മുടെ മറീന പ്രോട്ടോക്കോളിൽ ഉടനെ തന്നെ അവരുടെ KYC എല്ലാം സ്റ്റാർട്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ അത് KYC സ്റ്റാർട്ടാകുന്നതനുസരിച്ച് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഒരു ജോയിൻ ചെയ്തിരുന്ന ഗ്രീൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഒരു ഗ്രീൻ നെറ്റ്വർക്കിൻ്റെ അവരുടെ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ജെന്യൂൻ ആണ് എങ്കിൽ നമുക്കത് വിഡ്രോ ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ അത് വിടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. ഗ്രീൻ നെറ്റ്വർക്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ സ്ക്രീൻഷോട്ടെല്ലാം ഞാനിതിൽ ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് ബിറ്റ്കിറ്റ് വാലറ്റിൽ വന്നിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു എയർ ഡ്രോപ്പ് നടന്നിരുന്നു. എയർ ഡ്രോപ്പ് വന്നിട്ട് അത് സത്തോഷി ആപ്ലിക്കേഷനിലും ഒരു 20,000 ടോക്കൺസിൻ്റെ എയർ ഡ്രോപ്പ് നടന്നിരുന്നു. അപ്പോൾ അത് നമുക്കിവിടെ ഈ വരുന്ന 6-ാം തീയതിക്ക് മുമ്പ് തന്നെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 6-ാം തീയതിക്ക് മുമ്പ് തന്നെ അത് നമുക്ക് വിഡ്രോ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ എയർ ഡ്രോപ്പിൻ്റെ ഈ സെക്ഷനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര ടോക്കൺസ് നിങ്ങളുടേത് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എയർ ഡ്രോപ്പ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും. ഇവിടെ ഇപ്പോൾ വന്നിട്ട് എനിക്കൊരു 10 പോയിൻ്റ് ഉണ്ട്. അത് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ 2.58 ടോക്കണായിട്ട് ഇത് കൺവേർട്ട് ചെയ്യാൻ കഴിയും. നമുക്കിത് ചെയ്യേണ്ടത് റിട്ടേൺ പോയതിന് ശേഷം ഈ കാണുന്ന BWV ലിസ്റ്റിംഗ് എക്സ്ചേഞ്ച് സോൺ പ്രീ ഡിപ്പോസിറ്റ് അവൈലബിൾ നൗ എന്ന് കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും. ഇവിടെ വന്നിട്ട് BWV പ്രീ ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കാണുന്നുണ്ട്. കണക്റ്റ് വാലറ്റ് എന്ന് പറയുന്നത് ഇവിടെ കൊടുക്കുക. വാലറ്റ് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ വാലറ്റ് ഇത് കണക്റ്റ് ആകും. കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും വാലറ്റ് കണക്റ്റ് ആകുന്നത്. നിങ്ങളുടെ കയ്യിൽ ബിറ്റ്കിറ്റിൻ്റെ എക്സ്ചേഞ്ച് ഉണ്ടായിരിക്കണം. ഇവിടെ വന്നിട്ട് ബിറ്റ്കിറ്റിൻ്റെ യൂസർ ഐ ഡി ഇവിടെ കൊടുക്കുക. അപ്പോൾ അത് കോപ്പി ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ബിറ്റ്കിറ്റിൻ്റെ യൂസർ ഐ ഡി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത് കൊടുത്തതിന് ശേഷം ഈ കാണുന്ന ഇവിടെ നമുക്ക് പോയിൻറ്റ്സ് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ താഴെ കാണുന്ന കൺഫേം എന്ന് പറയുന്ന ഇവിടെ കൊടുക്കുക. ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ കാണുന്നുണ്ട് BWV പ്രീ ഡിപ്പോസിറ്റ് 2.58 ഇത് വന്നിട്ട് യൂസർ ഐ ഡിയിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാം. ട്വിറ്ററിലോ എക്സിലോ ഒക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇത്രയും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ കാണുന്ന ഈ ടോക്കൺസ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ ഇതിൽ നമുക്ക് മടങ്ങി നമുക്ക് പോകുമ്പോൾ നോക്കുകയാണെങ്കിൽ ഹോം പേജിലേക്ക് വന്ന് എയർ ഡ്രോപ്പിൽ നോക്കുകയാണെങ്കിൽ നമുക്കവിടെ നമ്മുടെ നേരത്തെ ടോക്കൺസ് അവിടെ കാണാമായിരുന്നു. എത്ര പോയിൻ്റാണ് ടോക്കൺസ് അവിടെ കാണാമായിരുന്നു. ഇവിടെ ഇപ്പം എൻ്റെ പോയിൻ്റ് ഇവിടെ കാണുന്നുണ്ട്, പക്ഷേ ഇവിടെ ടോക്കൺസ് അവൈലബിൾ ഇല്ല, 00 ആണ്. ഇത് അവിടെ 6-ാം തീയതിക്ക് മുമ്പ് ഇതിൻ്റെ ലിസ്റ്റിംഗ് ആകുന്നതിന് മുമ്പ് തന്നെ അവിടെ നമുക്ക് എക്സ്ചേഞ്ചിൽ അവിടെ കാണാൻ കഴിയും. എക്സ്ചേഞ്ചിൻ്റെ UID ആണ് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ചാനൽ നമ്മുടെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മുമ്പോട്ടുള്ള ഡീറ്റെയിൽസ് ഇതെങ്ങനെയാണ് അത് അവിടെ വരുന്നത്, അതുപോലെ തന്നെ എങ്ങനെ ട്രേഡ് ചെയ്യുക എന്നുള്ളതിൻ്റെത് മുമ്പോട്ട് ഉള്ള ഡീറ്റെയിൽസ് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.